പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചില മനുഷ്യരെ കുറിച്ച് പറയാറുണ്ട്, അവൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അവൻ്റെ കാഴ്ചപ്പാട് പൂച്ചയെ പോലെയാണ്. അവൻ എങ്ങനെ വീണാലും നാല് കാലിൽ നിൽക്കും. പൂച്ചയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ പൂച്ചയുടെ ഒരു സവിശേഷതയാണത്. അതിൻ്റെ അന്തർകരണത്തിൻ്റെ ശക്തമായ ഒരു സാന്നിധ്യമാണ് അതിനെ വായുവിൽ തന്നെ തൻ്റെ ശരീരത്തെ ക്രമീകരിച്ച് നേരെയാക്കുവാനും അതുപോലെ തന്നെ താഴോട്ട് പോകാനും സാധിക്കുന്നത്. നമ്മുടെ മനുഷ്യരായ നമ്മൾക്ക് ഉണ്ടാകുന്ന പല പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും സമയമുണ്ട്. ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് തറയിൽ നിൽക്കാൻ പറ്റാത്ത വണ്ണം നമ്മൾ ഓട്ടം ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ടല്ലേ. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഇതാ ഞാൻ സകല മർത്യരുടെയും ദൈവമാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ആ നിമിഷം നമ്മുടെ അന്തരാത്മാവിൽ വചനത്തിൻ്റെ കണിക ഉണ്ടെങ്കിൽ, വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് വിശ്വാസമുണ്ടെങ്കിൽ, നമുക്ക് ദൈവത്തിൽ ആശ്രയബോധമുണ്ടെങ്കിൽ, നമുക്ക് ഇതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മുടെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രതിസന്ധികളെയൊക്കെയും തരണം ചെയ്യുവാനും അതേ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. നമുക്കവിടെ പ്രയാസപ്പെടേണ്ടി വരില്ല. കാരണം കർത്താവിൻ്റെ വലതുകരം നമ്മോട് കൂടെയുണ്ട്. നമ്മൾ വചനം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി തൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളത് നൽകും. അപ്പോൾ എൻ്റെ ആവശ്യം എന്താണെന്നറിയാൻ തമ്പുരാൻ അത് കാത്തു പരിപാലിക്കുന്ന ഒരു സമ്പന്നത സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എനിക്കായിട്ട്. അപ്പോൾ ആ വിശ്വാസത്തോടു കൂടിയാണ് ഞാനത് നിലനിൽക്കുന്നതെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ഫലം എനിക്ക് ലഭിക്കും. വചനത്തിൻ്റെ സംരക്ഷണം എനിക്ക് ലഭിക്കും. എൻ്റെ പിതാവായ ദൈവത്തോട്, പുത്രനായ ദൈവത്തോട്, പരിശുദ്ധാത്മാവായ ദൈവത്തോട് നമുക്ക് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രതിസന്ധികളെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് തന്നെ ക്രമീകരിക്കാനുള്ള കൃപ നമുക്ക് നൽകും. അപ്പോൾ ഈ വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കി വചനത്തോട് ചേർന്ന് നിന്ന് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. വചനം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.